വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ഹനില. അപ്പം ഞാൻ ഇന്ന് ഒരു കമന്റിന്റെ റീപ്ലൈ തരാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ മുമ്പ് ഞാനൊരു ട്രാൻസ്ജെൻഡേഴ്സിന്റെ ആനുകൂല്യങ്ങളെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ അടിയിലൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ റീപ്ലൈ തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. കമന്റ് വായിക്കാം. ഞാനൊരു ട്രാൻസ്ജെൻഡർ ആണ്. എനിക്ക് പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി മേക്കപ്പ് കോഴ്സ് ചെയ്യണം എന്നുണ്ട്. 1.5 മാസത്തെ കോഴ്സാണ്. അതിനു വേണ്ടി ഫണ്ട് കിട്ടുമോ? അതിനായി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? ഒരു വീഡിയോ ചെയ്യാമോ? അപ്പോ അതിനെക്കുറിച്ച് ഞാൻ പറയാം. ആദ്യം നമ്മളുടെ CBO കമ്മ്യൂണിറ്റിയെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക. നമ്മളുടെ ജില്ലയിൽ തന്നെ ഫ്രീ ആയിട്ട് തയ്യൽ പഠിപ്പിക്കുന്നുണ്ട്, മേക്കപ്പ് പഠിപ്പിക്കുന്നുണ്ട്, ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതാണ് ജില്ല എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ CBO കമ്മ്യൂണിറ്റിയിൽ ഒന്ന് ചോദിച്ചു നോക്കുക. ഇതിനെക്കുറിച്ച് എവിടെയെങ്കിലും പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ എന്ന് ചോദിക്കുക. നമ്മൾ കമ്മ്യൂണിറ്റി വഴി തന്നെ നമുക്ക് കിട്ടും. ഇനിയിപ്പോ അങ്ങനെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എൻ്റെ ഒരു അറിവിൽ എന്ന് പറയുമ്പോൾ നമ്മളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ട്രാൻസ്ജെൻഡർ രഞ്ജുമാർ ഒരു ട്രാൻസ് സ്റ്റുഡന്റിന് ഒരു കോഴ്സിൽ ഒരു ട്രാൻസിന് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞ് കേട്ടറിവുണ്ട്. മുമ്പ് ചെയ്ത കാര്യങ്ങളാണോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നൊന്നും അറിയില്ല. ജസ്റ്റ് നിങ്ങൾ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് അങ്ങനെ വല്ലതും കിട്ടുന്നുണ്ടോ എന്നും കൂടെ നോക്കാം. പിന്നെ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് വഴിയാണ് നമ്മൾ ഈ ഫണ്ട് കിട്ടുന്നത്. അതായത് എല്ലാ ജില്ലയിലും സാമൂഹ്യ നീതി ഓഫീസ് ഉണ്ടാവും, അതായത് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ്. അവിടെ നിങ്ങൾ പോയിട്ട് പറയാം, ഞാനൊരു ട്രാൻസ് ആണ്, എനിക്കിങ്ങനെ മേക്കപ്പ് കോഴ്സ് ചെയ്യണം, അതിനുള്ള ഫണ്ട് വേണം എന്നുള്ള രീതിയിൽ പറയാം. അപ്പൊ അവര് അതിന്റെ ഫോർമാലിറ്റീസ് എന്താന്നുള്ളത് പറഞ്ഞു തരും. ഒന്നില്ലെങ്കിൽ അവിടെ എഴുതി കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അവർ അപ്ലൈ ചെയ്യുന്ന സൈറ്റ് പറഞ്ഞു തരും. അപ്പൊ ആ ഫണ്ട് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ് പോവാറ്. അപ്പോൾ ഇനിയിപ്പോ സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ TGSL ഒന്ന് വിളിച്ച് അറിയിക്കുക, ഇങ്ങനെ എനിക്ക് താല്പര്യം ഉണ്ടെന്നുള്ള രീതിയിൽ. അപ്പൊ അവര് ഹെൽപ്പ് ചെയ്യും. അപ്പോ എന്താന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇപ്പൊ അപ്ലൈ ചെയ്യണത് നോർമലി നമ്മളിപ്പോ സുനീതി പോർട്ടൽ വഴിയാണ് അപ്ലൈ ചെയ്യുന്നത്. നമ്മൾ ID കാർഡ് എങ്ങനെയാണ് അപ്ലൈ ചെയ്തത് അത് 1 ടൈം രജിസ്ട്രേഷൻ ആണ്. അതിൽ കയറിയിട്ടാണ് നമ്മൾ സർജറിയുടെ റീഫണ്ട് കിട്ടുന്നത്, ഈ പഠന സഹായത്തിനുള്ളതൊക്കെ അപ്ലൈ ചെയ്യുന്നത് അതിലാണ്, വിവാഹ ധനസഹായം എല്ലാം അതിൽ തന്നെയാണ്. അപ്പൊ സുനീതി പോർട്ടൽ വഴിയാണ് ചെയ്യുന്നത്. പിന്നെ എന്താ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ മത്സര പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ കോച്ചിങ് ചെയ്യും. അപ്പൊ അത് നമുക്ക് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടില്ല. LLB എൻട്രൻസ് ചെയ്യുന്നവര്, അങ്ങനെ ഡോക്ടർ ആവാൻ വേണ്ടിയിട്ട് എൻട്രൻസ് ചെയ്തു, MBBS എൻട്രൻസ് ചെയ്യുന്നവര്, അവർക്കൊക്കെ കോച്ചിങ്ങിന് സെപ്പറേറ്റ്. അത് സുനീതി പോർട്ടൽ വഴി യജ്ഞം പദ്ധതിയിലൂടെ നമുക്ക് അതിനുള്ള ഫണ്ടും കൂടെ കിട്ടും. അപ്പൊ നിങ്ങൾ ആദ്യം CBO മെമ്പേഴ്സിനൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കുക. അത് കിട്ടിയില്ലെങ്കിൽ സാമൂഹ്യ നീതി വകുപ്പ് ഓഫീസിൽ കോണ്ടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ TGSL കോണ്ടാക്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും അതിനുള്ള ഫണ്ട് കിട്ടും. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, നിങ്ങളുടെ ജില്ലയും കമന്റ് ചെയ്യുക. എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ അന്വേഷിച്ചിട്ട് അതും കൂടെ പറയാം. ആദ്യം നിങ്ങൾ തന്നെ മുൻകൈ എടുക്കണം. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി.